ഞാനിപ്പോൾ ഒരു ബോട്ടിൽ കാണുവാൻ തന്നെ ഒരുപാട് അമ്മമാരുടെ ഭാര്യമാരുടെ മക്കളുടെ ഒക്കെ ദുഃഖം ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. സ്ത്രീകൾ ഇന്ന് വളരെ രഹസ്യമായിട്ട് തന്നെ ഈ ഡീഅഡിക്ഷൻ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് ഒരുപാട് പേര് അഡിക്റ്റഡ് ആണ്, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ് പോലുള്ള കാര്യങ്ങൾ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് കേട്ടിട്ടില്ലേ? ആന്റിവെനോ എന്ന് കേട്ടിട്ടില്ലേ? ആന്റി റാബിസ് എന്തുവാ പേവിഷ തന്നെയാണ് കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് പത്തനംതിട്ട ജില്ലയിൽ, പത്തനംതിട്ട തന്നെയാണ് അല്ലേ? പത്തനംതിട്ട തന്നെ ആണ്. ഓക്കെ. ഇന്ന് ഒരുപാട് പേരുടെ ജീവിതം തിരിച്ചു കിട്ടിയ ഒരു കഥയുമായിട്ടാണ് ഞാൻ വരുന്നത്. ഈ കാണുന്ന പലവർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധയോടെ ഈ ഒരു വീഡിയോ കേൾക്കുക. അതായത് മദ്യപാനം കൊണ്ട് ജീവിതം ഇനി അങ്ങോട്ട് മുന്നോട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് പുനർജീവിതം കൊടുത്ത ആ ഒരു സ്ഥലത്തിനാണ് നിൽക്കുന്നത്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന് ഇത് കൈ കൊടുക്കേണ്ടത്. എത്ര കുടുംബങ്ങളെ നമ്മളെ പുനർജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല എന്ന് പറഞ്ഞു എന്നോട്. ഒരു കണക്കുമില്ല. അന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, കേരളത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളിൽ ജോലി, ഇപ്പം ഓസ്ട്രേലിയ, അയർലൻഡ്, ആഫ്രിക്ക, ഈ സ്ഥലങ്ങളിലുള്ള എല്ലാ ആൾക്കാരും, പല ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒക്കെ എല്ലാം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കുറേ മദ്യക്കുപ്പികൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇത് ഞാനിങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി മദ്യം കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് നിർത്താൻ കഴിയില്ല. കാരണം ഉപദേശം ആർക്കും താല്പര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, നിങ്ങൾ ഏത് മദ്യമാണോ കഴിക്കുന്നത് അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മദ്യമായിട്ട് ഇങ്ങോട്ട് വരിക. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളൊരു പുതിയ ആ ഒരു ജീവിതവുമായിട്ട് അല്ലെങ്കിൽ പുതിയ ഒരാളായിട്ടാവും പോവുക എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ആളുകൾ മദ്യമായിട്ട് വരുന്നത്. അവർ കൊണ്ടുവന്ന മദ്യക്കുപ്പികളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ അത് നമ്മൾ ആയുർവേദ പ്രകാരം തന്നെ ഒരു ക്വിക്ക് റിലീഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചില ആൾക്കാരിൽ പറ്റില്ല. കാരണം അവർ അത്രമാത്രം ആസക്തിയുള്ള ആളാണെങ്കിൽ അവർ ഘട്ടം ഘട്ടമായിട്ട് മാറ്റണം. ചിലപ്പോൾ ഫിക്സ് ഉള്ള ആൾക്കാരുണ്ടാവും, ഭയങ്കര ഈ വിറയിലുള്ള ആൾക്കാർ. അവരെയൊക്കെ ചില ഘട്ടങ്ങളിൽ 2-3 ദിവസം ഘട്ടം ഘട്ടമായിട്ട് വേണം ഈ അഡിക്ഷനിൽ നിന്ന് മാറ്റാൻ. അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. എന്നാൽ ചില ആൾക്കാർക്ക് എൻ്റെ ആവശ്യമില്ല. ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ കൊണ്ടുവന്നിട്ട് അവർ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല, പൊട്ടിച്ചിട്ട് പോലും ഇല്ല. എന്നാൽ ചില ആൾക്കാർ നോക്കുക അത് കംപ്ലീറ്റ് ഏകദേശം ഒക്കെ തീർത്തിട്ടുണ്ട്. അതായത് ഇത് ഓരോ വ്യക്തിയിൽ കൊണ്ടുവന്ന കുപ്പികളാണ്. അതെ, ഞാൻ ഈ ഓരോ കുപ്പികൾ കാണുന്ന ഓരോരുത്തരുടെ ജീവിതത്തിന്റെ ഓരോ കഥകളാണ്. ഇവിടെ ഇപ്പം എൻ്റെ കഥ എന്നൊരു ബുക്കുണ്ട്. എൻ്റെ കഥയ്ക്കകത്ത് ഞാനിപ്പോൾ ഒരു ബോട്ടിൽ കാണുവാൻ തന്നെ ഒരുപാട് അമ്മമാരുടെ ഭാര്യമാരുടെ മക്കളുടെ ഒക്കെ ദുഃഖം ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഞാൻ അച്ഛന്മാരെ കൊണ്ടുവരുന്ന മക്കളെ കൊണ്ടുവരുന്ന അച്ഛന്മാര്, ഭർത്താവിനെ കൊണ്ടുപോകുന്ന ഭാര്യമാര്, ഈ സ്ത്രീകള് ഇന്ന് വളരെ രഹസ്യമായിട്ട് തന്നെ ഈ ഡീഅഡിക്ഷൻ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാരണം സ്ത്രീകൾക്ക് ഒരുപാട് പേര് അഡിക്റ്റഡ് ആണ്, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ് പോലുള്ള കാര്യങ്ങൾ. ഈ പഠിക്കാൻ പോകുന്നിടത്തുനിന്ന് കിട്ടിയതാണ്. അങ്ങനെയുള്ള പെൺകുട്ടികൾ, അവർ നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിറയെ ആൾക്കാരുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഒറ്റയാളെ പോലും നമ്മൾ ഈ വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവരുന്നില്ല. കാരണം അവരുടെ ഐഡന്റിറ്റി നമ്മൾ വെളിയിൽ കളയത്തില്ല. കാരണം വിവാഹപ്രായം എത്തിയ ആൺകുട്ടികള് പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ ഐഡന്റിറ്റി പോയി, അവർ ഭാവി പോവും. ഈ മദ്യപാനികളാണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ തുടക്കത്തിൽ പേര് ചോദിക്കാൻ വിട്ടു. പേരൊന്ന് പറയാം. ഡോക്ടർ അഭിജിത്ത് എന്നാണ് പേര്. അപ്പോൾ ഡോക്ടർ, ഞാൻ ചോദിച്ചോട്ടെ, ആർക്കും ഉപദേശമൊന്നും ഇഷ്ടമല്ല. മദ്യം നിർത്തുന്ന പറയുന്ന ആരും നിൽക്കില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും മദ്യം നിർത്താൻ വേണ്ടി കൊണ്ടുപോയിട്ട് അവർ പകുതിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ചരിത്രങ്ങളും നിർത്താൻ കഴിയാതെ പോകുന്ന ചരിത്രങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആ ഒരു മദ്യം നിർത്തുന്ന രീതി വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നി. ഈ കാണുന്ന പലവർക്കും നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് നിർത്താൻ കഴിയാതെ വരിക. ഒരു സെൽസോ ഒരു കാര്യമില്ല. എല്ലാ സർവ്വസ്വാതന്ത്ര്യത്തോടും ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ ഒരാൾ എങ്ങനെ കഴിയുന്നു അങ്ങനെയാണ് ഇവിടുത്തെ പേഷ്യൻസ് മൊത്തം കഴിയുക. നമ്മുടെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പറയുന്ന ആൾക്കാർക്ക് എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. റിജിനേഷൻ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അവർക്ക് മെഡിസിൻ അല്ല വേണ്ടത്. അവർക്ക് ഹെർബൽ വാല്യൂസും ന്യൂട്രീഷൻ സപ്ലിമെൻറ്റും അവരുടെ മനസ്സിനെയും ശരീരത്തിനും ഉണർത്തുന്ന രീതിയിലുള്ള നാച്ചുറലായിട്ടുള്ള ചില ഘടകങ്ങൾ നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മുടെ പ്രോട്ടോക്കോളിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കോശങ്ങളെ പുനർജീവിപ്പിക്കാതെ ഈ ഒരു ആരോഗ്യം ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ലിവർ കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർ, അവര് ഒരു മരുന്നുകൊണ്ടിരിക്കലും ലിവർ കംപ്ലൈന്റ് മാറില്ല. ആ ലിവറിനെ പുനർജീവിപ്പിക്കണം. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പുനർജീവന സിദ്ധാന്തമാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത്. റിജിനേഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ അവർക്ക് ഏത് സമയത്താണ് ഞാൻ ഈ കഴിക്കില്ല എന്ന് തോന്നുന്നത്? നമ്മൾ നോർമലി ഇപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകൾ ഏകദേശം നമ്മൾ വളരെ കോമ്പിനേഷൻ കൊടുക്കുന്നുള്ള സത്യമാണ്. അതുപോലെ തന്നെ നമുക്ക് യോഗ മെഡിറ്റേഷൻ ഉള്ള സത്യമാണ്. സപ്ലിമെന്റേഷൻ 12 കാലങ്ങളിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന വളരെ സയന്റിഫിക് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ശരീരം അക്സെപ്റ്റ് മനസ്സോട് തയ്യാറാവണം. ആ മനസ്സ് എങ്ങനെ അവരിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെയാണ് ഈ ഹോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വാല്യൂ ഉള്ളത്. കാരണം നേച്ചർ ടോക്സ് എന്ന് പറയും. പ്രകൃതിക്ക് ആനുപാതികമായി ഉണരുന്നതിൻ്റെയും ഉറങ്ങുന്നതിൻ്റെയും പ്രകൃതിക്ക് ആനുപാതികമായുള്ള ആഹാരം കഴിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഇവരെ ബോധവാന്മാരാക്കും.
എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇവരത് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവരെ ടോക്സിക്കുകൾ ബ്രെയിനിലേക്ക് നിറഞ്ഞ് ഇവർ ബ്രെയിൻ സെൽസ് ഡാമേജ് ആവുന്നു. ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ 7 ദിവസം ലിവർ പണിയെടുക്കണം ആ മോളിക്യൂൾസ് അല്ലെ ആ കെമിക്കൽ മോളിക്യൂൾസ് ഒന്ന് പുറന്തള്ളാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് അലോപ്പത്തിക് മെഡിസിൻ അതുപോലുള്ള കാര്യങ്ങളോ ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന കോൺട്രാ ഇൻഡിക്കേഷൻ വളരെ വലുതാണ്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ലിവർ കൂടുതൽ ഡാമേജ് ആവത്തേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഡാമേജ് ആവുന്ന ലിവർ കാരണം ഈ ടോക്സിക് ബ്രെയിനിലേക്ക് ഹാർട്ടിലേക്ക് നിറയുമ്പോൾ ഇവർക്ക് സ്വബോധത്തോട് ചിന്തിക്കാനോ നമ്മളൊന്ന് കൗൺസിൽ ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. കാരണം ചേമ്പില പോലെയാ, വെള്ളം തെറിച്ചു പോത്തേ ഉള്ളൂ, ഒരിക്കലും ചേമ്പില പിടിച്ചെടുക്കത്തില്ല. അതുപോലെ ചേമ്പില പോലുള്ള ബ്രെയിനാണ്. അങ്ങനെയാണെങ്കിൽ ആ തലച്ചോറിനെ പരിഹരിക്കും. നമ്മളിപ്പം ഗൂഗിളിൽ തന്നെ ഇപ്പം ഇരിക്കുന്ന കേൾക്കുന്ന ഒരു സെർച്ച് ചെയ്താൽ ഹൗ വി ക്യാൻ റിജിനേറ്റ് ബ്രെയിൻ എന്ന് ചോദിച്ചാൽ വി കനോട്ട് റിജിനേറ്റ് ബ്രെയിൻ എന്നേ പറയുള്ളൂ. എന്നിട്ട് ഓപ്ഷൻ പറയണേ മേ ഇറ്റ് സെൽഫ് ക്യാൻ ബി റിജിനേറ്റ്, ആ സെൽസിന് വേണമെങ്കിൽ സ്വയം റിജിനേറ്റ് ആവും. അതെങ്ങനെ? അതിനാണ് ഈ ബോധന സംസാരം അല്ലെ നാച്ചർ ടോക്സ്. അത് നമ്മൾ വളരെ കാര്യമായി തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന, ഡെയിലി രാവിലെ 7 മുതൽ അതിന്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അതൊക്കെ കേട്ട് ആ 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോകുമ്പം അവർ നമ്മുടെ കാലെ തൊട്ട് തൊഴാൻ തയ്യാറാകുകയാണ്. കാരണം പുതിയൊരു ഞാൻ നേരത്തെ നമ്മൾ അവരുടെ ഗുരുനാഥനൊന്നുമല്ല, പക്ഷെ അവർ നമ്മൾ പ്രകൃതിയുമായിട്ടാണെങ്കിൽ സംസാരിച്ചാൽ റിയൽ ലൈഫ് എന്താണെന്ന്, റിയൽ ജീവിതത്തിലെ ലഹരിയാക്കണമെന്നും അതിനെ ഗോൾ സെറ്റ് ചെയ്യണമെന്നും ജീവിതം ഒന്നേ ഉള്ളൂ എന്നും അതിന് പ്രൊഡക്റ്റീവ് ആവണമെന്നും അവരെ പഠിപ്പിക്കുമ്പം അവർക്ക് കിട്ടിയ ഒരു ബോധനം ഉണ്ടല്ലോ. നമ്മൾ കുടിക്കുന്നതിന്റെ 80% ജലം ഏറ്റെടുക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പം മദ്യം കഴിക്കുന്നവൻ്റെയും ആ ബ്രെയിനാണ് 80% എടുക്കും. ഇങ്ങനെ ബ്രെയിൻ അടിച്ചു പോകും. നമ്മുടെ മനസ്സിലില്ലാത്ത ഒരു ജീവിതവും നമുക്ക് ഈ ജീവിതത്തിൽ കിട്ടുന്നത്. അപ്പം ബ്രെയിൻ അവന് ബോധം ഇല്ലാത്ത അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ തലച്ചോറിന് നമ്മൾ വേണ്ടാവണ്ണം പരിപാലിച്ചില്ലെങ്കിൽ ആ തലച്ചോറ് നമ്മുടെ തോന്നിയ വണ്ണം കൊണ്ടുപോകും, ഉറപ്പാണ്. അപ്പോൾ ഏറ്റവും ആവശ്യം അവൻ്റെ തലച്ചോറിനെ പുനർജീവിപ്പിക്കാൻ, അവൻ്റെ ബോധനം കൊടുക്കാനുള്ള ഇത്തരം നേച്ചർ ടോക്സുകളും അതിനെ അലൈൻ ചെയ്യുന്ന, നമ്മൾ നോക്കുക സോൾ മൈൻഡ് ആൻഡ് ബോഡി അലൈൻമെൻറ്റ് സെൻറ്റർ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ പ്രകൃതിയും നമ്മുടെ മനസ്സും ശരീരവും ഏകാഗ്രതപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റോക്സിഫിക്കേഷൻ മതി. അതിൻ്റെ പ്രാധാന്യം എന്താ? 5000 വർഷം പാരമ്പര്യമുണ്ട്. ഇന്ന് ലോകത്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ശരീരത്തിൽ നിന്ന് ഡീറ്റോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ചികിത്സാ സമ്പ്രദായം ആയുർവേദത്തിൻ്റെ പഞ്ചകർമ്മ ചികിത്സയാണ്. അതിന്റെ കോമ്പിനേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആയുഷ് പ്രോട്ടോകോൾ ഓരോ ആയുഷിന്റെ പ്രോട്ടോകോളിലുണ്ട്. 6 മാസം കൊണ്ട് മനുഷ്യന്റെ ശരീരം പുതുതാവുന്നുണ്ട്, കോശങ്ങൾ മരിക്കുകയും പുനർജനിക്കുകയും. അത് സത്യമാണ്. 4 വർഷം കൊണ്ട് അതിന്റെ സ്പൈനൽ കോഡ് വരും പുനർജനിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഹ്യൂമൻ സ്ട്രക്ചർ എങ്കിൽ, അതാണ് എൻ്റെ സയൻസ് എങ്കിൽ നമുക്ക് പുനർജീവിപ്പിക്കാൻ നോക്കും. ഈ കോശങ്ങൾ പുനർജനിക്കുന്ന കോശങ്ങൾ പുതുതായിട്ടുണ്ടാകുന്ന സമയത്ത് അതിനെ ആരോഗ്യപരമായി കൊണ്ടുവരാനുള്ള മാനസിക ശാരീരിക അവസ്ഥ, അതിനാണ് റൂട്ട് കോസ് ഓഫ് ദി ഡിസീസ് എന്ന് പറയാം. നമ്മൾ ശരീരത്തിൻ്റെ രോഗത്തെയല്ല ചികിത്സിക്കേണ്ടത്, രോഗകാരണത്തെ ചികിത്സിക്കണം. അവർ 21 ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് തന്നെ പോകുന്നത്, അതിന് മുന്നേ പോകാറുണ്ടോ? ഇല്ല, ഇതിപ്പം ഇവർക്ക് 4-5 ദിവസം കൊണ്ടൊരു ഈ വിഡ്രോലൊക്കെ മാറി പെട്ടെന്ന് ആരോഗ്യം കിട്ടുന്നത് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ആദ്യമേ പറയും, കാരണം ആ പുനർജീവന സിദ്ധാന്തത്തിൽ നിൽക്കണമെങ്കിൽ 21 ഡേയ്സ് എന്നുള്ള ലെവലിൽ പോകും. ചില ആൾക്കാർ 15 ദിവസം, പക്ഷെ നമ്മൾ 21 ഡേയ്സ് ആണ് മാക്സിമം പറയാം. ആ തരത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ആയുർവേദത്തിൻ്റെ ഒരു 7 പ്രോസസ്സ്, 7-3-21 പറയും, 7 ദിവസത്തെ ഓരോ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ഉണ്ട്, പ്രൊസീജിയർ. ആദ്യം ആമാവസ്ഥ മാറ്റുക, പിന്നെ റിജിനേഷൻ പീരീഡ് അടുത്ത 7 ദിവസം, മൂന്നാമത് അവരെ ഫിക്സ് ചെയ്യുക. അങ്ങനെ 7 കണക്കിൽ പോകാൻ ഏതൊരു മദ്യപാനി രക്ഷപ്പെടും, ഉറപ്പാണ്. ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പൊ നോക്കാം ഇതുള്ള കാര്യം, കൂള് കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഇതാണ്. ഇപ്പൊ ചില ആൾക്കാർ അതിന്റെ സ്പൂൺ വരെ വെച്ചേക്കും. ചില സിന്തറ്റിക് ഡ്രഗുകളൊക്കെ ഈ കയ്യിലെ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ മണപ്പിക്കുക, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, പലതരം ഉണ്ട്. നമ്മളിപ്പം ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ നേരത്തെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡോക്ടർമാർ അവർക്കൊരു ഗുളിക കൊടുക്കും, അത് നാക്കിനടിയിടാൻ പറയും, പ്രിവെന്റീവ് ആണല്ലോ. അപ്പൊ അത്രമാത്രം അക്സെപ്റ്റൻസി കപ്പാസിറ്റി ഉള്ള, ഹാർട്ടിലേക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന ഒരു ഏറിയാണ് വായ. അപ്പൊ അവിടെ ഈ കൂള് പോലുള്ള കാര്യങ്ങൾ ഇടുമ്പോൾ ഉള്ള പ്രശ്നം നോക്കി, ഇന്ന് എത്ര പേർക്ക് ക്യാൻസർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് 2-3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ അഡിക്റ്റ് ആക്കി ഇത് നിരന്തരം ഇത് കിട്ടാതെ വരുമ്പോൾ അവസ്ഥയാണ് പിന്നെ. അപ്പൊ അവർ പിന്നെ ഇതൊന്നും ചിന്തിക്കാം, ബ്രെയിൻ അപ്പോഴത്തേക്ക് കൊളാപ്സ് ആവും. ഈ മദ്യക്കുപ്പിയായിട്ട് നടക്കുന്നതിനെ ഒട്ടുമുക്കാലിൽ ലേഡീസ്, സ്ത്രീകള് ഇന്ന് ഇതിന് അഡിക്റ്റ് ആണ്, ഈ സിന്തറ്റിക് ഡ്രഗിന് അഡിക്റ്റ് ആണ്. അവരെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വീട്ടുകാർക്ക് തന്നെ മടിയാണ്. പക്ഷെ നമ്മളിവിടെ ഐഡന്റിറ്റി പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എത്രയോ ലേഡീസ് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ സ്റ്റോറി, അതായത് അവർ വന്നിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാണോ? ഒരാൾ ഒരു ഫുൾ പേജ് എഴുതിയിരിക്കുന്നത്, ഓരോരുത്തരും ഒരു പേജ് നിറച്ച് എഴുതുന്നത്. ഇതിപ്പോ ഇംഗ്ലീഷിലാണ് ഒരാളുടെ, എല്ലാം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാ, അത്ര ഉയർന്ന തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ട്രീറ്റ് ചെയ്ത ആൾക്കാരുടെ നിലവാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പം വലിയ വ്യവസായികൾ
വലിയ വലിയ ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ ഇതിൽ പെട്ടുപോയിട്ട് കറക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയേക്കാൾ ഉപരി ഒരു 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഓറ ആയുഷ് ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരു വ്യക്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ആ ഒരു പൂർണ്ണ രൂപത്തിലാക്കാൻ അവരുടെ ബാക്കിൽ, അതായത് ആ ഒരു വ്യക്തിയുടെ ബാക്കിൽ ഒരു ടീം വർക്ക് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പറയാം. പേര് ബിബിൻ. നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറയാം. ബിനു ജോർജ്. പേരെന്ന് പറയാം. അജിത് കുമാർ ആണ്. അപ്പോൾ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനൊരു ചോദ്യം, ഒരു വ്യക്തി ഞാൻ നന്നാവണം എന്ന് വിചാരിച്ചാലാണ് എനിക്ക് എങ്ങോട്ടും ഇങ്ങോട്ട് എത്താൻ പറ്റുക, അതായത് സ്വന്തമായിട്ട് വരണം. ഇപ്പോൾ വീട്ടുകാർ വിചാരിക്കുകയാണ് ഇതിങ്ങനെ പോയാൽ പറ്റില്ല, നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം, ചിലപ്പോൾ നേരെ ആയാലോ എന്നൊരു ചിന്ത. എന്തായാലും അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം വരാൻ കൂട്ടാക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നന്നാവണമെന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീട്ടുകാർ വിചാരിച്ച് നേരാവും. നേരാകുമെന്ന് ചോദിക്കുന്നത്. ഓക്കെ 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 നേരെയാവും. ഈ രണ്ട് രീതിയിലും ആളുകൾ വരുന്നുണ്ട്. സ്വന്തമായിട്ട് എനിക്ക് തന്നെ ഒരു മാറ്റം വരണമെന്ന് വിചാരിച്ചിട്ടുള്ളവർ വരുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ്. രണ്ടാമതായിട്ട് കൊണ്ടുവരുന്നവരുമുണ്ട്. ചിലപ്പോൾ വീട്ടുകാർക്ക് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവർ സ്വന്തമായിട്ട് വരില്ലല്ലോ. അപ്പോൾ കൊണ്ടുവരുന്ന ഞാൻ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇവിടെ വരുമ്പോഴും ഇവർ പലരും ബോധമില്ലാണ്ടാണ് വരുന്നത്. രണ്ട് കയ്യിലും രണ്ട് കാലിലും തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ബന്ധുക്കളെ കിടത്തിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് ബോധം വന്നു കഴിയുമ്പോൾ അവർക്ക് ഇവിടുന്ന് പോകണമെന്നൊരു ടെൻഡൻസി ഉണ്ടാവും. ഉടനെ തന്നെ പോകണം, ബോധം എവിടെയാണെന്ന്, പലരും വീടാണെന്നൊക്കെ വിചാരിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് അവരെ പതിയെ അപ്പോൾ 1-2 ദിവസം കൂടി നമുക്ക് ചെറിയ ഡോസിൽ അവർ കഴിച്ചുകൊണ്ടിരുന്ന ബ്രാൻഡ് ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റും പോകുന്നുണ്ട്. ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പിന്നീട് അവർക്ക് അത് വേണ്ടാന്ന് അവർക്ക് തന്നെ ഒരു ബോധ്യപ്പെടുകയും നമ്മുടെ ഈ ട്രീറ്റ്മെന്റുമായിട്ട് അവരെ ഒരു ഇതായിട്ട് വന്നിട്ട് ഈക്വലായിട്ട് ഒരു പെട്ടെന്ന് തന്നെ ഒരു റിക്കവറി കാണുന്നുണ്ട്. അതെ. അപ്പോൾ അച്ഛനെ കണ്ടു, ഈ എന്താ പറയാ, ഒരു മദ്യഷോപ്പിൽ അച്ഛനെ കാണുമ്പോഴേ സ്വാഭാവികമായിട്ട് ചോദിക്കും, മദ്യഷോപ്പിൽ പറഞ്ഞ് മദ്യപിക്കാണല്ലോ പേര്, എന്നിട്ട് ആളുടെ നിർത്തുന്നത്. അച്ഛൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ? ഇവിടെ ഞാൻ ഈ സ്ഥാപനം കാണണം, മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഇവിടെ ഇതിൻ്റെ ഒരു പാർട്ണറായിരുന്ന റൈസ്ലമാവയാണ് എന്നെ ഇവിടെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിച്ചത്. ഡോക്ടറിൻ്റെ അടുത്ത് വന്നു, ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആദ്യം എൻ്റെ മനസ്സിൽ ഇവിടെ താമസിക്കണമെന്നോ പ്രവർത്തിക്കണമെന്നോ താല്പര്യമില്ല. അത് ശരി. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ആ ക്രെഡിബിലിറ്റി അത് വളരെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണെന്ന് എനിക്ക് ബോധ്യം വന്നു. ഇവരെ നേരാക്കി അങ്ങോട്ട് മാറ്റുമ്പോഴേ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമില്ലത്. കാരണം അവർ വന്ന ആളല്ലല്ലോ തിരിച്ചു പോകുന്നത്. ഏറ്റവും വലിയൊരു ആത്മസംതൃപ്തി എന്ന് പറയുന്നതാണ്. കാരണം ഇവിടെ വരുന്ന മനുഷ്യൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു പോകുമ്പോൾ അത് എങ്ങനെ അത് പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. നമുക്ക് നേരിൽ കാണുന്നവരൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, മദ്യപിച്ച് അവരുടെ കുടുംബം ഇനി അങ്ങോട്ടില്ല എന്നുള്ള രൂപത്തിലേക്ക് നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരുടെയൊക്കെ എത്തട്ടെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.